നമസ്കാരം. പയ്യന്നൂരിൽ മക്കൾക്ക് വിഷം നൽകിയ ശേഷം അച്ഛനും അച്ഛന്റെ മാതാവും ജീവനൊടുക്കിയതിൽ അച്ഛന്റെ കലാധരന്റെ ഭാര്യയ്ക്കെതിരെ കുടുംബം. കോടതി ഉത്തരവ് പ്രകാരം കുട്ടികളെ വിട്ടുകിട്ടാൻ നിരന്തരം ഭാര്യ ആവശ്യപ്പെട്ടു. നിരവധി തവണ പോലീസിൽ പരാതികൾ നൽകി ബുദ്ധിമുട്ടിച്ചുവെന്നും കുടുംബം പരാതിപ്പെടുന്നു. കുട്ടികൾ അച്ഛന്റെ കൂടെ നിൽക്കാനാണ് താല്പര്യപ്പെട്ടത്. അമ്മയോടൊപ്പം കലാധരൻ വിട്ടയച്ചിട്ടും കുട്ടികൾ തിരിച്ചു വന്നു. ഈ പ്രശ്നങ്ങളാണ് ജീവനൊടുക്കാൻ കാരണമെന്നും കുടുംബം പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് രാമന്തളി സെന്റർ വടക്കുംപാട് റോഡിന് സമീപത്തെ കൊയ്ത്തട്ട താഴത്തെ വീട്ടിൽ KT കലാധരൻ, അമ്മ ഉഷ, കലാധരന്റെ മക്കൾ 5 വയസ്സുകാരി ഹിമ, 2 വയസ്സുകാരൻ കണ്ണൻ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുതിർന്നവർ രണ്ടുപേരും തൂങ്ങിയ നിലയിലും കുട്ടികൾ താഴെ കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചുമക്കൾക്ക് വിഷം നൽകിയ ശേഷം അമ്മയും മകനും ജീവനൊടുക്കിയതെന്നാണ് നിഗമനം. മുറിയിലെ മേശയിൽ മദ്യക്കുപ്പിയും കീടനാശിനികളും കുപ്പിയിൽ പാലും പോലീസ് കണ്ടെത്തിയിരുന്നു. പാലിൽ കീടനാശിനി കലർത്തി കുട്ടികൾക്ക് നൽകിയെന്നാണ് പോലീസിന്റെ സംശയം. ജീവനൊടുക്കാൻ കാരണം കുടുംബ പ്രശ്നമാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഉഷയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ വീട്ടിലെത്തിയപ്പോൾ വീട് അടച്ചിട്ട നിലയിലാണ് കണ്ടത്. വീടിന് മുന്നിൽ ഒരു കത്തുമുണ്ടായിരുന്നു. തുടർന്ന് കത്തുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. പോലീസ് എത്തി വീട് തുറന്നു നോക്കിയപ്പോൾ ഉഷയെയും കലാധരനെയും കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും 2 മക്കളും നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലും കണ്ടെത്തുകയായിരുന്നു. കൂട്ടാത്മഹത്യയുടെ നടുക്കത്തിലാണ് രാമന്തളി ഗ്രാമം. സ്വന്തം നാടായ രാമന്തളിയിൽ ഉൾപ്പെടെ പയ്യന്നൂരിലെമ്പാടും വലിയ സൗഹൃദ ബന്ധങ്ങളുള്ളയാളാണ് കലാധരൻ. വളരെ സൗമ്യനും ശാന്ത സ്വഭാവക്കാരനുമായിരുന്നു. നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരനായിരുന്നു. ഇദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസങ്ങളൊന്നും അലട്ടിയിരുന്നില്ല. എന്നാൽ സ്വന്തം ദാമ്പത്യത്തിലെ പുറത്തക്കേടുകളും കുടുംബകലഹവും മനസ്സമാധാനം തകർത്തിരുന്നു. വിവാഹമോചന കേസ് കുടുംബ കോടതിയിൽ നടന്നു വരികയാണ്.